കുറവാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് വരുന്നതിന് മുമ്പ് ബേസിക്കലി ഞാനൊരു CA സ്റ്റുഡന്റ് ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് സുഹൃത്തിലൂടെ ഒരു പോക്കറ്റ് മണിക്ക് പറ്റിയൊരു അവസരം എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടു. സ്വാഭാവികമായിട്ടും പോക്കറ്റ് മണി എന്നുള്ള രീതിയിലാണ് ഞാൻ കേൾക്കാൻ പോയത്. പക്ഷെ എന്തോ ഒരു സ്പാർക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ അന്വേഷിച്ചത്, ഞാൻ ഓൾറെഡി ഒരു പ്രൊഫഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രൊഫഷനാണ്, സംശയമൊന്നുമില്ല. അതുപോലെ ഒരു പ്രൊഫഷൻ തന്നെയാണോ ഈ ഒരു മേഖല എന്നുള്ളത് ഞാൻ സ്റ്റഡി ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഒരുപാട് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി തരത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രൊഫഷൻ ആണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് അറിഞ്ഞപ്പോ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നി. മാത്രമല്ല പിന്നെ എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെ ചെറിയൊരു മുതൽ മുടക്കില് ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നും കൂടി പറഞ്ഞ സമയത്ത് ഒരുപാട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ഇല്ല, സെയിൽസിൽ എക്സ്പീരിയൻസ് ഇല്ല, ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഒരു 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 ഫാമിലി ബാക്കപ്പ് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ബാക്കപ്പ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ തുടങ്ങിയ സമയം മുതൽ ലീഡേഴ്സിന്റെ കറക്റ്റ് ഒരു ഹെൽപ്പോട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്ത് വന്നു. ഈ ഒരു ബിസിനസ്സിലൂടെ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്തു. ഇന്ന് പറയുകയാണെങ്കിൽ ഒരു 500 രൂപക്കും വേണ്ടി തുടങ്ങിയ ഈ ഒരു ബിസിനസ്സിലൂടെ ഇന്ന് ടോട്ടൽ പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 32 ലക്ഷം രൂപക്ക് മുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ടോട്ടൽ വാങ്ങിച്ചു കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു വീക്കിലി 500 രൂപ എന്നുള്ള നിലക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഒരു ആഴ്ചയിൽ എന്റെ ഹയസ്റ്റ് വരുമാനം 90,000 രൂപ വരെ ഉയർത്താൻ വേണ്ടി സാധിച്ചു. വരുമാനം വാങ്ങിച്ചതിനേക്കാളും വലിയൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, എന്റെ പേഴ്സണാലിറ്റിയിൽ വരെ മാറ്റങ്ങൾ വന്നു. 4 ആളോട് സംസാരിക്കാൻ പോലും പേടിച്ചൊരു വ്യക്തി, അഥവാ പറയുകയാണെങ്കിൽ 19ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നത്. 4 ആള് കുടുംബത്തിൽ ആരെങ്കിലും കൂടുന്ന സമയത്ത് ഞാൻ മാറി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി പഠിച്ചു. ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. ഒരുപാട് കാലം എന്റെ ഉപ്പ വിദേശത്ത് ജോലി ചെയ്യുന്ന എന്റെ സ്വന്തം ഉപ്പാനെ നാട്ടിൽ കൊണ്ടുവന്ന് സെറ്റിൽഡ് ആക്കി ഒരു ഫാമിലി മൊത്തം ഏറ്റെടുക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല അടുത്ത ദിവസമായിട്ട് എന്റെ ഈ ഒരു ബിസിനസ്സിലൂടെ എന്റെ 2ാമത്തെ കാറ് ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ലോഞ്ച് ഇറക്കാൻ വേണ്ടി പോവാണ്. പറയുകയാണെങ്കിൽ ഏകദേശം 24 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറാണ്. ഈ ഒരു 25ാമത്തെ വയസ്സിൽ ഈ ഒരു ലെവലിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുകയും ഒരു വീട് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നോക്കി നടത്തുക എന്ന് പറയുക, അതോടൊപ്പം തന്നെ ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യുക, 2 ലക്ഷം രൂപ മാസ വരുമാനം, ഇതൊക്കെ പറയുമ്പോൾ പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനൊക്കെ എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളത്. ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ എനിക്കിത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് പറ്റും. മറ്റൊരാളോട് അഭിപ്രായം ചോദിച്ച് നിങ്ങളുടെ തലച്ചോറ് പണയം വെക്കാതെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന ആളുകളുമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് തന്നെ നല്ലൊരു തീരുമാനം എടുത്ത് കയറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.